ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്നൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് സബോളയാണ്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അത് നമ്മൾ സാധാ ചിക്കൻ കറിക്ക് കട്ട് ചെയ്യണ പോലെയല്ല, അതിലും നൈസായിട്ട് സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. പിന്നെ അതിന് ശേഷം ഞാൻ ടൊമാറ്റോ ആണ് കട്ട് ചെയ്തുകൊണ്ടിട്ട്. പിന്നെ ഇതിന് മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചെറുതാക്കി അരിഞ്ഞത് വേണം. പിന്നെ നമ്മൾ ഒരു ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ആദ്യം സബോള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുകയാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി വഴറ്റി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് നന്നായി വീണ്ടും വഴറ്റി കൊടുക്കുക. അതിലേക്ക് മല്ലിയിലയാണ് നമ്മളിപ്പോൾ ചേർത്തത്. പിന്നെ അതിന് ശേഷം 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. അതെല്ലാം ചേർത്ത് നന്നായിട്ട് ആ പൊടികളൊക്കെ അതിലിട്ട് വഴറ്റിയെടുക്കുക. ആ പൊടിയുടെ ഒരു പച്ചമണം മാറി അതൊന്ന് ചൂടായിരിക്കുന്ന ടൈമിൽ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ചിക്കൻ നന്നായി വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് ഇപ്പോൾ നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നില്ല. ഇതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് 2 സ്പൂൺ ഉപ്പാണ്. 2 സ്പൂൺ ഉപ്പും അതുപോലെ തന്നെ കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുന്നു. പിന്നെ അതിലെ വെള്ളം അടച്ച് വെച്ച് വെള്ളം ഊർന്ന് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ 1 ഗ്ലാസ് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇത് നന്നായി തിളച്ച് വന്ന് വെന്ത് വരുമ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറാവും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.